Good afternoon to all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. Okay, start ചെയ്യാം നമുക്ക്. Start with prayer, God of the day and the sign. Miss, ഞാനാണ് prayer. Okay. We shall overcome. We shall overcome. We shall overcome someday. Oh, deep in my heart, I do believe we shall overcome someday. We walk hand in hand, we walk hand in hand, we walk hand in hand someday. Oh, deep in my heart, I do believe we shall overcome someday. We shall live in peace, we shall live in peace, we shall live in peace someday. Oh, deep in my heart, I do believe we shall overcome someday. Thank you. Okay, and then Thought of the day: dream big, work hard, and stay humble. okay. Then sign ആരാ? ആരുല്ല? ആരുല്ലേ? ശരണ്യ ഉണ്ടായിരുന്നു മിസ്സേ, കേറിയില്ലാന്ന് തോന്നുന്നു ഇതുവരെ. ശരണ്യ ഇല്ല, ക്ലാസ്സിൽ ഇല്ല കേട്ടോ. ഓക്കെ, അപ്പൊ ആരെങ്കിലും സൈനിങ് പറയൂ. ആരില്ല. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ നെക്സ്റ്റ് കഴിഞ്ഞ ക്ലാസ്സിലല്ലേ, പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്താണ്, പ്രത്യേകിച്ചൊന്നുമില്ലല്ലേ, ടോപ്പിക് ആയിരുന്നു. ഓക്കെ, അപ്പൊ ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? മാം ശരണ്യ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തോ ശരണ്യ വന്നിട്ടുണ്ടെന്ന് ശരണ്യ സൈൻ ഇൻ പറയുന്നു. പറയാം. സോറി മാം, അച്ഛനെ ചോറ് കൊടുക്കായിരുന്നു അതോടെ. Water. Every day we waste a lot of water and food. Water in particular is a renewable resource, but it's also limited. We can find, purify and package it, but we can't produce it. No life is possible without water. Saving water means protecting life on earth and gives us the chance to provide food and water for people who don't have enough. So save the water. Thank you, ma'am. ഓക്കെ ഓക്കെ ശരണ്യ. അപ്പൊ എന്തെങ്കിലും വിശേഷം? സുഖാണോ? ലഞ്ച് കഴിച്ചു, ആക്റ്റീവ് ആണ്? കഴിക്കാൻ പോകുന്നു. കഴിക്കാൻ പോകുന്നുള്ളൂ. ഓക്കെ ഓക്കെ. എന്താണ് ഭയങ്കര സൗണ്ട് ആണല്ലോ, റോഡ് സൈഡിലാണോ വീട്? അയ്യോ ചിഞ്ചു, മ്യൂട്ട് ചെയ്യാട്ടോ. ഹലോ. മ്യൂട്ട് ചെയ്യൂ, ഭയങ്കര ഡിസ്റ്റർബൻസ് ഉണ്ട്. ഓക്കെ, അപ്പോ കഴിഞ്ഞ ക്ലാസ്സില് ടോപ്പിക് ആയിരുന്നു ഡിസ്കസ് ചെയ്തത് അല്ലെ? കണ്ടിന്യൂ ചെയ്യണ്ടല്ലോ, വേണ്ട, ക്ലാസ്സിലേക്ക് പോവാം നമുക്ക്. ഓക്കെ, അപ്പോ പ്രപ്പോസിഷൻ ആയിരുന്നു. പ്രപ്പോസിഷൻ ഇൻ, ഓൺ, ആറ്റ് മൂന്നും കംപ്ലീറ്റ് ആയല്ലോ അല്ലെ? യെസ്. So let's moving on. The next preposition is since. Okay, since ആണ് ട്ടോ. സിൻസ് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ വരാൻ ചാൻസ്, അല്ലെങ്കിൽ ഡൗട്ട് വരാൻ ചാൻസ് ഉണ്ട്. ഇത് സ്വാഭാവികമാണ്. കാരണം സിൻസ് ഒരു പൊസിഷൻ നമ്മള്
നമുക്ക് ഞാൻ പറയുമ്പോൾ മനസ്സിലാവും എന്താണ് സിൻസ് എന്നും എവിടെയൊക്കെ യൂസ് ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ ഒരു സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും മെയിൻ. കാരണം ടെൻസ് എടുക്കുമ്പോഴാണ് സിൻസ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്യുന്നത്. ടെൻസ് പഠിച്ചാൽ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, അപ്പൊ സിൻസ് എന്ന് പറയുന്നത് മുതൽ എന്നാണ്. മലയാളത്തിലെ മുതൽ, രാവിലെ മുതൽ, രാത്രി മുതൽ, അല്ലെങ്കിൽ തിങ്കളാഴ്ച മുതൽ, ജൂൺ മുതൽ, 2020 മുതൽ, 7 മണി മുതൽ, 5 വയസ്സ് മുതൽ, എന്തിന്റെ കൂടെയും നമുക്ക് ഈ മുതൽ ആഡ് ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ് അത്. ടൈമിനൊപ്പം ആഡ് ചെയ്യാം. ടൈം എഴുതിക്കോളൂ. ടൈം, ഡേറ്റ്, ഡേ, time, date, day, year, and the morning, evening, afternoon ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. Then age ഒക്കെ നമുക്ക് എന്താണ് മുതൽ ആഡ് ചെയ്യാൻ പറ്റും അല്ലെ. രാവിലെ മുതൽ, 7 മണി മുതൽ, മൺഡേ മുതൽ, അല്ലെങ്കിൽ 22-ാം തീയതി മുതൽ, 2020 മുതൽ, അല്ലെങ്കിൽ 7 വയസ്സ് മുതൽ അല്ലെ. എല്ലാത്തിന്റെയും കൂടി നമുക്ക് ഈ പറയുന്ന മുതൽ ആഡ് ചെയ്യാൻ പറ്റും. സോ സിൻസ് എന്ന് പറയുന്നത് ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്, അല്ലെങ്കിൽ സ്പെസിഫിക് പോയിന്റ് ഓഫ് ടൈം ആണ് എന്നൊക്കെ പറയാൻ പറ്റും. ഇപ്പോ എക്സാമ്പിൾ പറഞ്ഞു, രാവിലെ മുതൽ കുക്ക് ചെയ്യായിരുന്നു. കിച്ചണിൽ രാവിലെ മുതൽ കുക്ക് ചെയ്യായിരുന്നു. ഓക്കെ, അപ്പോ എങ്ങനെയാ പറയാ? ഐ ഹാവ് ബീൻ കുക്കിംഗ് ഇൻ കിച്ചൺ സിൻസ് മോർണിംഗ്. ഐ ഹാവ് ബീൻ കുക്കിംഗ് ഇൻ കിച്ചൺ സിൻസ് മോർണിംഗ്. ഞാൻ രാവിലെ മുതൽ കിച്ചണിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ രാവിലെ മുതൽ എന്നോട് പറയണമെങ്കിൽ സിൻസ് മോർണിംഗ് എന്ന് യൂസ് ചെയ്യണം. ഓക്കെ, അപ്പോ നമ്മൾ ഈ സിൻസ് നമ്മൾ മോസ്റ്റ്ലി യൂസ് ചെയ്യുന്നത് നമ്മുടെ പെർഫെക്റ്റ്, പ്രസന്റ് പെർഫെക്റ്റ് ഓർ പെർഫെക്റ്റിന്റെ ഒക്കെയാണ്. ടെൻസ്, പെർഫെക്റ്റ് ടെൻസിന്റെ ഒപ്പമാണ് നമ്മൾ മോസ്റ്റ്ലി ഈ സിൻസ് പ്രപ്പോസിഷൻ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് ഇപ്പൊ കൺഫ്യൂഷൻ വന്നാലും കാര്യമാക്കണ്ട. ടെൻസ് പഠിക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഞാൻ ക്ലിയർ ചെയ്ത് തരാം കേട്ടോ. കുറച്ച് എക്സാമ്പിൾസ് എഴുതിക്കോളൂ കേട്ടോ. പ്ലേസ് പറ്റുമോ മാം? പ്ലേസ് 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 ഇല്ല കേട്ടോ. പ്ലേസ് പറ്റില്ല. ഐ ഹാവ് ബീൻ സ്റ്റഡിങ് സിൻസ് 9 AM. ഞാൻ രാവിലെ 9 മണി മുതൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. She has been a teacher since 2011. She has been a teacher since 2011. 2011 മുതൽ അവൾ ടീച്ചറാണ്, ടീച്ചറായി വർക്ക് ചെയ്യാണ്. മിസ്സേ ഞാനിപ്പോ ജോയിൻ ചെയ്തല്ലോ. സിൻസ് ആണ് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. പ്രപ്പോസിഷൻ ആണ് കേട്ടോ. പ്രപ്പോസിഷൻ സിൻസ് ആണ്. മെസ്സേജ് ഒന്നും കാണുന്നില്ലല്ലോ അല്ലെ? രമ്യ, കുറച്ച് ടെക്സ്റ്റ് ചെയ്തിട്ടുണ്ട്, അതെല്ലാം കിട്ടിയോ? കാണുന്നുണ്ട് മിസ്. ഒരെണ്ണം കിട്ടിയിട്ടില്ലോ. ഏതൊക്കെയാണ്? ഞാൻ പോയിന്റ്സ് ഒക്കെ പറഞ്ഞു കേട്ടോ. ഞാൻ ഒന്നുകൂടെ ടെക്സ്റ്റ് ചെയ്യാവേ. ഐ ഹാവ് ബീൻ തൊട്ട് കാണുന്നുണ്ട്. ഓക്കെ, എക്സാമ്പിൾ ആണ്. അതിന് മുൻപ് ഞാൻ കുറച്ച് പോയിന്റ്സ് എഴുതി. സിൻസ് നമ്മൾ എവിടേക്കാണ് ആഡ് ചെയ്യാന്നുള്ളത് അതാണ് കേട്ടോ. അതായത് സിൻസ് നമ്മൾ ടൈമിന്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യും. ടൈം, ഡേറ്റ്, ഡേ, ഇയർ, മോർണിംഗ്, ഈവനിങ്, ഏജ്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ 2 എക്സാമ്പിൾ പറഞ്ഞു കേട്ടോ. ഓക്കെ, സിൻസ് എന്ന് പറയുന്നത് മുതൽ എന്നാണ് മീനിങ് വരാം. മുതൽ. അടുത്ത എക്സാമ്പിൾ എഴുതാം. ആഫ്റ്റർനൂൺ യൂസ് ചെയ്യോ സിൻസിന്റെ ഒപ്പം? ആഫ്റ്റർനൂൺ യൂസ് ചെയ്യാലോ, കുഴപ്പമില്ല. മന്ത് യൂസ് ചെയ്യാം കേട്ടോ. മന്ത് അത് നമ്മൾ എഴുതിക്കോളൂ. നമ്മൾ മന്ത് വിട്ടുപോയിട്ടുണ്ട്. ടൈം, ഡേറ്റ്, ഡേ, ഇയർ, മന്ത്, ഏജ്. അടുത്ത എക്സാമ്പിൾ എഴുതാം. He has lived in London since April. He has lived in London since April.
I have been wearing glass since I was 5. I have been living in this city since 2010. ഓക്കെ, ക്ലിയർ ആയോ? അപ്പൊ ഇതാണ് സിൻസ് പ്രിപ്പോസിഷൻ കേട്ടോ. അതിനെ കുറിച്ച് ഇത്രേ പറയാനുള്ളൂ. മുതലാണ്, രാവിലെ മുതൽ രാത്രി മുതൽ, അല്ലെങ്കിൽ ഡേ ആണെങ്കിൽ ഡേ, ആ ഒരു പർട്ടിക്കുലർ നമ്മൾ ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിനെ നമ്മൾ സൂചിപ്പിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രപ്പോസിഷൻ ആണ് ഈ പറയുന്ന സിൻസ് എന്ന് പറയുന്നത് കേട്ടോ. ക്ലിയർ ആയോ? സെന്റൻസ് മേക്ക് ചെയ്യാൻ പറ്റുമോ? നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കൂ. ഓക്കെ, പ്രപ്പോസിഷൻ സിൻസ് വെച്ചിട്ട് കുറച്ച് എക്സാമ്പിൾസ് ഒന്ന് ട്രൈ ചെയ്യൂ കേട്ടോ. ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട്. ഗ്രാമർലി മിസ്റ്റേക്ക് ആണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ സെൻസ് ആ പ്രപ്പോസിഷൻ കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ഗ്രാമർ മിസ്റ്റേക്ക് വരും, സ്വാഭാവികം വരും അല്ലെ, കാരണം ടെൻസ് പഠിച്ചിട്ടില്ല, അതുകൊണ്ട് മിസ്റ്റേക്സ് വരാൻ ചാൻസ് ഉണ്ട്. പക്ഷെ അത് ഇഗ്നോർ ചെയ്യാം. ആ പ്രപ്പോസിഷനെ ബേസ് ചെയ്തിട്ട് മാത്രം നിങ്ങൾ എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യും കേട്ടോ. ഒരു 5 എക്സാമ്പിൾ മിനിമം ഒന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാൻ നോക്കും. ഓക്കെ, ടെക്സ്റ്റ് ചെയ്യൂ കേട്ടോ എല്ലാവരും. Yeah, she has been studying since morning, correct? ഒരുമിച്ച് ടെക്സ്റ്റ് ചെയ്തിട്ട് ടൈപ്പ് ചെയ്ത് ടെക്സ്റ്റ് ചെയ്യൂ കേട്ടോ. She's doing kitchen chores since morning. Okay. Have been waiting since 7 o'clock. ബിൻസി പേജ് നമ്പർ ഒന്നുമില്ല. പേജ് നമ്പർ മീൻസ് ഇപ്പൊ നമ്മൾ എടുക്കുന്ന ചാപ്റ്റർ പ്രപ്പോസിഷൻ ആണ്. പക്ഷെ ഞാനിപ്പോ പറയുന്നതൊന്നും ടെക്സ്റ്റ് ഇല്ല കേട്ടോ, ഞാൻ അല്ലാതെ പറയുന്നതാണേ. Okay, teacher. Then I haven't seen her since yesterday, correct? I'm missing my bestie since my college days. Yeah, I have been living in this city since January. Yeah, correct. Okay, ഒരുമിച്ച് ടൈപ്പ് ചെയ്ത് ടെക്സ്റ്റ് ചെയ്യുകയാണെങ്കിൽ കുറച്ചൊരു സിമ്പിൾ ആയിരിക്കും കേട്ടോ. ഓക്കെ,
Yeah, it's okay, രമ്യ. കുഴപ്പമില്ല കേട്ടോ. ഓരോന്നോരോന്ന് ടെക്സ്റ്റ് ചെയ്തോളൂ കേട്ടോ. Then I have been waiting for him since yesterday. Okay. I have lived here since 2005. I have worked in the school since 2010. And it has been raining since yesterday evening. He has not eaten anything since morning. Yeah. I have been studying since 2025. I lived here since 2016. It has been raining since morning. She has been sick since Monday. She has worked in the school since June. Have been studying in this academy since June. Yeah. She has been studying since morning. He hasn't eaten since yesterday. She has been sick since last night. We have been meeting since 5 p.m. The country has been country. Okay. Since 1947. Okay. I have been here since 2024. He has been watching TV since morning. Okay. ഇനി ബാക്കിയെല്ലാം ടെക്സ്റ്റ് ചെയ്യുന്നുണ്ടോ? ചെയ്യുന്നെങ്കിൽ പെട്ടെന്ന് ചെയ്യൂ കേട്ടോ. എല്ലാവരും ചെയ്യണേ. Then Lucia, she has been a doctor since 2000. She has lived in America since 2015. I have been living in the city since 2018. I have been trying to get a good job since I believe. She hasn't called since last week. He is living with his brother since his childhood. They have been married since 2015. I have lived in here since 2020. She has been studying since morning. She has lived in Karnataka since January. I have been living in Kano City since 2020. He has been playing piano since he was. ബാക്കിയില്ലല്ലോ രമ്യ. Complete ചെയ്തോ. Was it. Yes. Okay. അപ്പൊ ക്ലിയർ ആയോ? പ്രപ്പോസിഷൻ സീൻസ് ഓക്കെ ആണല്ലോ, ഡൗട്ട്സ് ഒന്നുമില്ലല്ലോ. ഓക്കെ ആണ്. വെരി ഗുഡ്. ഇനി നെക്സ്റ്റ് പ്രപ്പോസിഷൻ ഈസ് ഡ്യൂറിങ്. Since I forgot my key, couldn't open the door. Yes. Okay. അപ്പൊ നെക്സ്റ്റ് പ്രപ്പോസിഷൻ ഡ്യൂറിങ് ആണേ. ഡ്യൂറിങ് ഹെഡിങ് കൊടുക്കുക. ബ്രാക്കറ്റില് ഒരു പീരീഡ് ആണ്. കാലയളവ് എന്ന് വേണമെങ്കിൽ എഴുതി വെക്കാം മലയാളത്തിൽ. കാലയളവ് എഴുതാട്ടോ. I have known her since 2008. She has called since last week.
The store has been open since 2000. It has allowed here since 9. Okay. അപ്പൊ അത് ഒരു കാലയളവ്, ഒരു പീരീഡ് ആണെന്ന് പറയാം, ഡ്യൂറിംഗ് എന്ന് പറയാം. അതായത് ഇപ്പോ നമ്മുടെ ക്ലാസ് അല്ലെ 1 hour ആണ്. ഇത് ഏകദേശം പീരീഡ് ഓഫ് ടൈം എന്ന് പറയാം അല്ലെ. 1:30 to 2:30 വരെയാണ് നമ്മുടെ ക്ലാസ്. സോ അതിനിടയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ ഈ പ്രപ്പോസിഷൻ യൂസ് ചെയ്യണം. ഓക്കെ. She kept talking to her during the class. She kept talking to her during the class. അവള് ക്ലാസ് നടക്കുന്ന സമയത്ത് അവളുടെ ഫ്രണ്ടിനോട് സംസാരിക്കുകയാണ്. ഓക്കെ. അപ്പൊ ആ ഒരു ഡ്യൂറിങ്, ആ ഒരു വെർട്ടിക്കൽ പീരീഡിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ഡ്യൂറിങ് യൂസ് ചെയ്യണം. ഇപ്പൊ ലഞ്ച് കഴിക്കുകയാണ്, ലഞ്ച് കഴിക്കുന്ന സമയത്ത് അവരെന്നോട് സംസാരിക്കുകയാണ് അല്ലെ. അത് ഇങ്ങനെയും പറയാം, he kept talking to me during my lunch time, അല്ലെങ്കിൽ during my lunch. ലഞ്ച് കഴിക്കുന്ന സമയത്ത് എന്നോട് സംസാരിക്കുകയാണ്. അപ്പൊ ആ പെർട്ടിക്കുലർ പീരീഡില് നടക്കുന്ന കാര്യങ്ങൾ പറയുമ്പോ ആ ഒരു പീരീഡിലാണ് നടക്കുന്നത്, അല്ലെങ്കിൽ ആ പീരീഡിലാണ് ഇങ്ങനത്തെ കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്ന് അറിയിക്കണമെങ്കിൽ നമ്മൾ ഈ പ്രപ്പോസിഷൻ യൂസ് ചെയ്യണം. ഓക്കെ. ഡ്യൂറിങ് പീരീഡ്. ഓക്കെ. എക്സാമ്പിൾ ചെയ്തു കുറച്ചുകൂടി ക്ലിയർ ആവും കേട്ടോ. During the exam, you can speak. എക്സാമിന്റെ സമയം ഉണ്ടല്ലോ, എക്സാമിന്റെ ഒരു particular time ഉണ്ട് അല്ലെ. Yeah, do not talk during class. അങ്ങനെയും പറയും. കറക്റ്റ് ആണല്ലോ യുഎസ്ഡി. അപ്പോ ആ ഒരു ടൈം അല്ലെ, ഇപ്പോ എക്സാമിന്റെ ടൈം പറയാലോ, ചിലപ്പോ 10 to 11 ആയിരിക്കും, 10 to 1 ആയിരിക്കും. ആ ഒരു ടൈമിൽ സംസാരിക്കാൻ പാടില്ല എന്നാ പറയും. Then എക്സാമ്പിൾ എഴുതാം. She kept talking to me during the film. I take notes during the movie. Sorry, during the class. മൂവിയുടെ സമയത്ത് നോട്ട് എഴുതാൻ എന്തൊരു അവസ്ഥയാണ്. I take notes during the class. ക്ലാസ് ആണ് മൂവി അല്ല. മാം സെക്കൻഡ് വരുന്ന ഫിലിം ആണോ സിം ആണോ, FIM ആണോ FILM ആണോ? ഫിലിം ആണ്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, അഡ്ജസ്റ്റ് ചെയ്യും. ഓക്കെ മാം. ഓക്കെ. She fell asleep during the movie. We visited London during our holidays. ഓക്കെ, കഴിഞ്ഞല്ലോ. ഇതാണ് എക്സാമ്പിൾ. എക്സാമ്പിൾ തന്നപ്പോ മനസ്സിലായില്ലേ എന്താണ് അല്ലെ. ഇപ്പൊ നമ്മുടെ വേറൊരു എക്സാമ്പിൾ പറയാണ് നമ്മുടെ പ്രഗ്നൻസി ടൈം അല്ലെ. ആ ഒരു പ്രഗ്നൻസി ഒരു പെർട്ടിക്കുലർ ടൈം ആണ് അല്ലെ, 9 months ടൈം ആണ്. ആ ടൈമിൽ എന്തൊക്കെയാണ് നടക്കുക, ഒരുപാട് കാര്യങ്ങളുണ്ട് പറയാനല്ലേ. സോ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണെങ്കിൽ ഐ ഫെൽറ്റ് ക്രേവിങ്സ് ഡ്യൂറിങ് മൈ പ്രഗ്നൻസി. എനിക്ക് എന്റെ പ്രഗ്നൻസി ടൈമിൽ എനിക്ക് ഒരുപാട് ക്രേവിങ്സ് ഉണ്ടായിരുന്നു. അതൊക്കെ എങ്ങനെ തോന്നി എന്ന് പറയാം. ഐ ഫെൽറ്റ് ക്രേവിങ്സ് ഡ്യൂറിങ് മൈ പ്രഗ്നൻസി. ഓക്കെ, അങ്ങനെയും പറയാം. അപ്പൊ ഒരു കാലയളവാണ്. ആ ഒരു കാലയളവിനുള്ളിൽ സംഭവിക്കുന്ന കാലയളവാകാം, സമയമാകാം അല്ലെ, ഒരു ടൈമിൽ നടക്കുന്ന കാര്യങ്ങളാവാം, അല്ലെങ്കിൽ ഇപ്പൊ ഒരു മാസത്തിനിടയിലാകാം, അല്ലെങ്കിൽ ഒരുപാട് മാസങ്ങൾക്കിടയിലാകാം. അപ്പൊ ഒരു പാർട്ടിക്കുലർ കാലയളവിൽ നടക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ ഈ ഡ്യൂറിങ് യൂസ് ചെയ്യണം. ഓക്കെ, ക്ലിയർ? മനസ്സിലായി? അപ്പൊ ഡ്യൂറിങ് ആൻഡ് സിൻസ് രണ്ട് പ്രപ്പോസിഷന് ക്ലിയർ ആണല്ലോ. ഓക്കെ,
യെസ്. നെക്സ്റ്റ് അടുത്ത പ്രപ്പോസിഷൻ. നമുക്ക് ഇന്ന് ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഇന്നും ഓണം മറ്റും പഠിക്കുന്ന അത്രയും ബുദ്ധിമുട്ടൊന്നുമില്ല ബാക്കി എല്ലാ പ്രപ്പോസിഷനും പഠിക്കുമ്പോഴോട്ടോ, സിമ്പിൾ ആണ്. അപ്പൊ സിൻസ് ആൻഡ് ഡ്യൂറിങ് കംപ്ലീറ്റ് ആയി. ഡ്യൂറിങ്ങിന് കുറച്ച് എക്സാമ്പിൾസ് ഒന്ന് പെട്ടെന്ന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? 5 എക്സാമ്പിൾസ് എല്ലാവരും ഡ്യൂറിങ് വെച്ച് ഒന്ന് ആലോചിക്കൂ. ഞാൻ പറഞ്ഞ എക്സാമ്പിൾസ് ഒന്നും പറയണ്ട കേട്ടോ, പുതിയത് നിങ്ങളൊന്ന് ആലോചിക്കും. നന്നായിട്ട് ആലോചിച്ചിട്ട് ഒരു 5 എക്സാമ്പിൾസ് ഒന്ന് ടെക്സ്റ്റ് ചെയ്യാം. ഓക്കെ. ഡ്യൂറിങ് ഇപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യാന്നുള്ളതുണ്ടോ മാം? എന്തോ ഹസ്ന കേട്ടില്ല. ഡ്യൂറിങ് എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യാന്നുണ്ടോ? എന്തോ ഡ്യൂറിങ് ഏതൊക്കെ സിറ്റുവേഷനിലാ യൂസ് ചെയ്യാ? അങ്ങനെ സിറ്റുവേഷൻസ് പറയാനില്ല. ആ ഏതൊരു പീരീഡും പറയാം. ക്ലാസ് ടൈം ആണെങ്കിൽ ഒരു ക്ലാസ്സിന് ഒരു ടൈം ഉണ്ട്, അല്ലെ? ഫിലിമിനാണെങ്കിൽ ഫിലിമിനൊരു ടൈം ഉണ്ട്. എന്തൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ ആ ഒരു അങ്ങനെ പർട്ടിക്കുലർ ടൈം അവിടെ ഉണ്ടെങ്കിൽ, ആ ഒരു പീരീഡ് അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ഡ്യൂറിങ് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അല്ലാതെ നമ്മൾ മറ്റ് പ്രപ്പോസിഷൻ പഠിച്ച പോലെ ഏജിന്റെ കൂടെ മന്തിന്റെ കൂടെ എന്ന് പറയാൻ ഇപ്പൊ പറ്റില്ല. ഈ ഡ്യൂറിങ് ആ ഒരു പ്രപ്പോസിഷൻ അങ്ങനെ പറയാൻ പറ്റില്ല കേട്ടോ. ഓക്കെ. യെസ്. ഇനി എക്സാമ്പിൾസ് നോക്കാം. Yeah, okay, Husna. It was raining during the night. We will go to Manali during winter season. I was nervous during our loneliness. During the holidays, we used to have a family. We go to our hometown during Christmas with the holidays. I will buy the book during lunch break. During the lunch break, the bag was kept in the classroom. We walked during summer. We was indoors during the match. And now to use your phone during the exam. I met my friends during the festival. I read a book during the holidays. She cried during the exam. I keep silence during prayer. I traveled during autumn. Don't use mobile phone during class time. What are you doing during the class? She likes to read during traveling. He does not writing during the class. During the meeting, I was pleased on the teacher. I felt happy during the party. I read a book during lunch. Students must not talk during the exam. I kept my belongings, the clock during exam. We met during the holiday. He got sick during the trip. She smiled during the interview. You slept during the movie. She woke during in this time. She fall asleep during the movie. Thousands of people died during the corona. I must call my mother during the morning. I slept. Okay. So, ബാക്കി എല്ലാവരും കൂടെ ടെക്സ്റ്റ് ചെയ്യൂ കേട്ടോ.
I have more ice creams during summer season. Okay. ഓക്കെ, അതിൽ എനിക്കൊരു കുറച്ച് കാര്യങ്ങൾ മനസ്സിലായെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ടെൻസ് അറിയില്ലെങ്കിൽ പോലും നിങ്ങൾ അത്യാവശ്യം കുറച്ച് സെന്റൻസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഒരുപാട് ചിന്തിക്കുന്നുണ്ട് അല്ലെ. ആ തിങ്കിങ് പ്രോസസ് വളരെ നല്ലൊരു കാര്യമാണ്. ലാസ്റ്റ് ടൈം ഐ സോ എ ഗുഡ് റെക്കോർഡ് നിയർ ബൈ മൈ ഹൗസ്. യാ വെരി ഗുഡ്. ഓക്കെ, അപ്പോ അത്രയും എന്താണ് നിങ്ങൾ ഇങ്ങനെ കൊള്ളാട്ടോ. മിക്ക ക്ലാസ്സിൽ എക്സാമ്പിൾസ് ക്രിയേറ്റ് ചെയ്യാൻ ഞാൻ പറയാറുണ്ട്. സോ എല്ലാവരും ഇതേപോലെ എക്സാമ്പിൾസ് ഇതുവരെയും അങ്ങനെ ക്രിയേറ്റ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. കൊള്ളാം. തട്ടിക്കൂട്ടാണെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്ന് അറിഞ്ഞാലും നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലോ. വെരി ഗുഡ്. കീപ് ഗോയിങ്. ഓക്കെ, ഇങ്ങനെ തന്നെ ചെയ്യാട്ടോ. എന്ത് കാര്യമാണെങ്കിലും നമ്മൾ വീട്ടിൽ ചെയ്യാൻ പറയുകയാണെങ്കിൽ അയ്യോ തെറ്റിപ്പോകോ, ഞാൻ പറയുന്നത് മിസ്റ്റേക്ക് ആയിരിക്കും ഞാൻ പറഞ്ഞാൽ എന്ത് വിചാരിക്കല്, മാം എന്ത് വിചാരിക്കും, ഞാൻ മിസ്റ്റേക്ക് മുഴുവനും ടൈപ്പ് ചെയ്ത് വിട്ടാൽ മാം എന്ത് വിചാരിക്കും എന്നൊക്കെ ചിന്തിച്ചിരിക്കുകയാണെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. നമ്മളെ കൊണ്ട് ആലോചിക്കാൻ പറ്റില്ല. നമുക്ക് പുതിയ പുതിയ വേർഡ്സ് അല്ലെങ്കിൽ വൊക്കാബുലറി നമുക്ക് അത്രയും അറിവുകൾ ഉണ്ടോ, നമുക്ക് അത് സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. ഇത് ചെയ്താലല്ലേ അറിയുള്ളൂ അല്ലെ. അപ്പൊ നിങ്ങൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അപ്പൊ കുറച്ചുകൂടെ ടെൻസ് കുറച്ചുകൂടെ അറിയാമെങ്കിൽ നിങ്ങൾ ഇതിൽ നന്നായിട്ട് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനും പറ്റും, ഒരുപാട് എഴുതാൻ പറ്റും. അതിലിപ്പോ ഞാൻ കോൺഫിഡന്റ് ആണ് കേട്ടോ. ആസ് എ ടീച്ചർ ഞാൻ കോൺഫിഡന്റ് ആണ്. ഓക്കെ, അതുകൊണ്ട് ധൈര്യമായിട്ടിരിക്കും. എല്ലാവരും ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാൻ പറ്റും, ഷുവർ ആണ്. നിങ്ങൾ അത്രയും ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങൾ അതിനു വേണ്ടി ഫോളോ ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. ഓക്കെ, യെസ്. അപ്പൊ അത്രയാണ് പറയാനുള്ളത്. ഇനി 2 പ്രപ്പോസിഷനുള്ളത് തീർക്കണ്ടല്ലോ. പെട്ടെന്ന് ചാപ്റ്റർ തീർക്കണ്ട. ഞാൻ ഒരുമിച്ച് അങ്ങനെ പോകുന്നേ. ഇത് കഴിഞ്ഞ് നേരിട്ട് എക്സിലേക്കാ പോകുന്നേ. അപ്പൊ പെട്ടെന്നൊന്നും പോകണ്ട, പതുക്കെ പോയാൽ. ഓക്കെ, ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയട്ടെ. കഴിഞ്ഞ സാറ്റർഡേ ഞങ്ങൾക്ക് കോൺവെക്കേഷൻ ഉണ്ടായിരുന്നു. ഞങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ അത്? ഇല്ല. സ്റ്റാറ്റസ് കണ്ടു. സ്റ്റാറ്റസ് കണ്ടു. സ്മാർട്ട് സിറ്റിയുടെ സ്റ്റാറ്റസ് കണ്ടു ആണോ? അതെ അതെ. എന്തായിരുന്നു മിസ് വിശേഷം? പറയൂ. വിശേഷം ഇതൊന്നുമില്ല. കോൺവെക്കേഷൻ നടക്കുന്ന കോൺവെക്കേഷൻ തന്നെയാണ്. ഗിഫ്റ്റ് തന്നതല്ലേ? എന്തോ ഗിഫ്റ്റ് മറ്റേ ക്ലോക്കിന്റെ പോലത്തെ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുന്നുണ്ടോ? പടം വരച്ചിട്ട് ഒരു ഗിഫ്റ്റ് കൊടുത്തത് ജിഷ മാമിന്റെ ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ അതല്ല മിസ്, നമ്മുടെ മറ്റേ 18th ബാച്ച് അല്ലായിരുന്നു മറ്റേ സ്മാർട്ട് സ്ക്രീൻ മറ്റേ ക്ലോക്ക് മറ്റേ ടൈം വെച്ചിട്ട് അത് കണ്ടിരുന്നു. കണ്ടു. നിങ്ങൾ ആരെങ്കിലും എന്നെ ഫോളോ ചെയ്യുന്നുണ്ട് ഇൻസ്റ്റയില്? മിസ്സേ ഒരു മിനിറ്റ്, ഇതൊക്കെ എവിടെ നിന്ന് കണ്ടു? ഇൻസ്റ്റാഗ്രാമില്ല. വെരി ഗുഡ്. വെരി ഗുഡ്. ഞാനും ഇല്ല ഫേസ്ബുക്ക്. അതന്നെ, ഇൻസ്റ്റയില്ല, ഫേസ്ബുക്കും ഇല്ല, വാട്സപ്പ് ഉണ്ട്. അത് പിന്നെ ഇല്ലാതിരിക്കോ? അതില്ലാണ്ട് നമുക്ക് ജീവിക്കാൻ പറ്റും. എനിക്ക് ഇൻസ്റ്റയില്ല, ഫേസ്ബുക്ക് ഇൻസ്റ്റയില്ല. ഇൻസ്റ്റ കൊടുക്കൂ, രസമാണ്. സ്മാർട്ട് സിറ്റിയിൽ കാര്യങ്ങളൊക്കെ അറിയാം. എന്തോ രമ്യ കേട്ടില്ല? ഫേസ്ബുക്ക് അക്കൗണ്ട് ഒക്കെ ഉണ്ട്, പക്ഷെ നോക്കാറില്ല അല്ലെ? ഓക്കെ. അപ്പോ ഞാൻ പറഞ്ഞത് എന്താ, കോൺവെക്കേഷൻ സാറ്റർഡേ കോൺവെക്കേഷൻ ആയിരുന്നു. ഞാൻ പറയാൻ കാരണം എന്താന്നൊക്കെ ചിന്തിക്കും. നോർമലി മിക്ക സാറ്റർഡേസും ഞങ്ങൾക്ക് കോൺവെക്കേഷൻ ഉണ്ടാകാറുണ്ട്. അതിപ്പോ MT ആണെങ്കിലും HA ആണെങ്കിലും, HA മീൻസ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ, എല്ലാം ഉണ്ടാവാറുണ്ട്. സോ കഴിഞ്ഞ സാറ്റർഡേ MT8 കോൺവെക്കേഷൻ ആയിരുന്നു. ഓക്കെ, MT8 എന്ന് പറയാൻ കാരണം ഞങ്ങൾക്ക് അത്രയും ഒരു സ്പെഷ്യൽ ആയ ഒരു ബാച്ചും കൂടി ആയിരുന്നു കേട്ടോ MT8 വന്നതില്. ആ ടൈമില് വന്നതില് ഏറ്റവും നല്ലൊരു ബാച്ച് ആണെന്ന് പറയും. ഭയങ്കര ആക്റ്റീവ് ആയിരുന്നു. അത് ക്ലാസ്സിൽ എന്ന് വെച്ചാൽ ഭയങ്കര എല്ലാ സ്റ്റുഡൻസും ക്ലാസ്സിൽ ജോയിൻ ചെയ്യും. ലൈവ് ക്ലാസ്സിലാണെങ്കിലും അങ്ങനെ ജോയിൻ ചെയ്ത സ്റ്റുഡൻസ് ആയിരുന്നു. സോ അവര് ക്ലാസ്സിൽ വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബഹളമായിരിക്കും. മീൻസ് ക്ലാസ് ടൈമിൽ ബഹളം വെക്കാന്നല്ല, അവര് പരസ്പരം ഭയങ്കര കണക്ഷൻ ആണ്. അതുപോലെ ടീച്ചേഴ്സായിട്ട് ഭയങ്കര അറ്റാച്ച്ഡ് ആണ്. സോ അവരുടെ കോൺവെക്കേഷൻ ആയിരുന്നു. അപ്പൊ ഞങ്ങളും ആസ് എ ടീച്ചേഴ്സ് ഞങ്ങളും ഇപ്പൊ ആതിര മിസ് ആണെങ്കിലും ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര വെയിറ്റിംഗ് ആയിരുന്നു. ഞങ്ങൾ അതായത് MT ടീച്ചേഴ്സ് എല്ലാവരും അവര് വരാൻ വെയിറ്റിംഗ് ആയിരുന്നു. ഞങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. നിങ്ങൾ മിക്കവരും കുറച്ചുപേര് കാണാം,
അവരെയും കുറിച്ചൊക്കെ നമുക്ക് കാണാം. പക്ഷെ എല്ലാവരെയും കാണാൻ പറ്റാന്ന് പറയുന്നത് കോൺവെക്കേഷനാണ്. അപ്പൊ ഭയങ്കര വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അവരുടെ കോൺവെക്കേഷൻ നമുക്ക് ഒരുപാട് എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. കാരണം അങ്ങനത്തെ പിള്ളേരാണ് അവര്. എന്തെങ്കിലുമൊക്കെ പെർഫോമൻസ് ഒക്കെ ഉണ്ടാവും, ഷുവർ ആണെന്ന് വിചാരിച്ചാൽ. പക്ഷെ അതുപോലൊക്കെ തന്നെയാണ്, നല്ല അടിപൊളി കോൺവെക്കേഷൻ ആയിരുന്നു. അപ്പോ ഇത് പറയാൻ കാരണം ഞങ്ങൾക്ക് ഇതുവരെയും ഒരു കോൺവെക്കേഷൻ, എല്ലാ കോൺവെക്കേഷൻ കഴിയുമ്പോഴും ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും അങ്ങനെ തോന്നാറൊന്നുമില്ല. പക്ഷെ ഈ കോൺവെക്കേഷൻ കഴിഞ്ഞിട്ട് ഞങ്ങൾ ടീച്ചേഴ്സ് ആകെ ഡൗൺ ആയി. ടീച്ചേഴ്സ് എന്നല്ല, അവരും ഫുള്ള് ഡൗൺ ആയി. വന്നപ്പോഴും അവിടെ ആ ഒരു ഹാളിലാണെങ്കിലും ഫുള്ള് പോസിറ്റീവ് എനർജി ആയിരുന്നു. പക്ഷെ ആ ഒരു ടൈം കഴിഞ്ഞപ്പോ ഫുള്ള് നെഗറ്റീവ് ആയി. മീൻസ് എല്ലാവരും ഡൗൺ ആയി, എല്ലാവർക്കും ഭയങ്കര വിഷമമായി. ഞങ്ങള് വീട്ടിൽ വന്നിട്ടാണെങ്കിലും, ടീച്ചേഴ്സ് വീട്ടിൽ വന്നിട്ടാണെങ്കിലും ഭയങ്കര എന്തോ ഭയങ്കര വിഷമോ അങ്ങനത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. കാരണം അവര് ആ ഒരു സ്നേഹം, കാരണം അവര് എന്താ പറയാ, ആ ഒരു കോൺവെക്കേഷൻ മിക്ക ക്ലാസ്സിലും പറയുന്നുണ്ട്, അത്രയും ആ സ്റ്റുഡൻസ് അത്രയും നല്ലൊരു സ്റ്റുഡൻസ് ആയിരുന്നു. മീൻസ് അവർക്ക് ഭയങ്കര സ്നേഹം. വന്നിട്ടാണെങ്കിലും നമ്മളെ കാണുമ്പോഴാണെങ്കിലും നമുക്ക് ആ ഒരു ടീച്ചേഴ്സ് സ്റ്റുഡൻസ് ആ ഒരു ബോണ്ടിങ് ആയിരുന്നില്ല. അവര് വന്നപ്പോ ജസ്റ്റ് ഫ്രണ്ട്സ് പോലെ ആയിരുന്നു കേട്ടോ. ഓക്കെ, അപ്പോ ഇത് പറയാൻ കാരണം വേറൊന്നല്ല, നിങ്ങൾ ഓരോ മൊമെന്റും ലൈവ് ക്ലാസ്സിൽ വരുന്ന ഓരോ മൊമെന്റും എൻജോയ് ചെയ്യാം കേട്ടോ, മാക്സിമം എൻജോയ് ചെയ്യും. ഓക്കെ, അതെന്ത് ആക്ടിവിറ്റി പറഞ്ഞാലും എന്ത് പ്രസന്റേഷൻ ആണെങ്കിലും എല്ലാം എൻജോയ് ചെയ്യും. കാരണം അവർ വന്ന് പറയുന്ന കാര്യങ്ങൾ, ഓരോ ബാച്ച് പാസ് ഔട്ടായി പോകുമ്പോൾ പറയുന്ന കാര്യം, ഇപ്പൊ മിസ് ആ ഒരു കോഴ്സ് ഒരു 10 മാസമാണ് കോഴ്സ് ഡ്യൂറേഷൻ എങ്കിലും നമ്മൾ ആ ഒരു 1 hour നമ്മൾ അത്രയും എൻജോയ് ചെയ്യുന്നുണ്ട്. കാരണം എല്ലാവരും മിക്കവരും ജോലിക്ക് വേണ്ടി കോഴ്സിൽ ജോയിൻ ചെയ്യുന്നുണ്ടാവാം. ചിലരൊക്കെ വെറുതെ ഒരു റിലാക്സേഷന് വേണ്ടി ചുമ്മാ വീട്ടിലിരിക്കുമ്പോൾ ഒന്ന് റിലാക്സ് ചെയ്യാലോ, അല്ലെങ്കിൽ മെന്റലി ഡിപ്രസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഒന്ന് റിലാക്സ് ആവാലോ എന്ന് വെച്ച് ജോയിൻ ചെയ്യുന്നവരുണ്ട്. അപ്പൊ നോർമലി എല്ലാവരും ഓൺലൈൻ ക്ലാസ് എന്ന് പറയുമ്പോൾ വലിയ രസമൊന്നും ഉണ്ടാവില്ല, അന്ന് പ്രതീക്ഷ ആയിരിക്കും എല്ലാവരും ജോയിൻ ചെയ്യുക. പക്ഷേ പാസ് ഔട്ടായി പോകുമ്പോഴാണ് അവർ പറയാ ഓൺലൈൻ ആണെങ്കിൽ പോലും അത്രയും ഒരു അറ്റാച്ച്മെന്റ്. കാരണം ആ സ്റ്റുഡൻസ് തമ്മിൽ അത്രയും കണക്ഷൻ ഉണ്ട്, ടീച്ചേഴ്സ് ആയിട്ടാണെങ്കിലും അവർ തമ്മിലാണെങ്കിലും ഭയങ്കര കണക്ഷൻ ആണ്. അപ്പോ 10 മാസം പോണത് നിങ്ങൾ അറിയില്ല കേട്ടോ. അതുകൊണ്ട് മാക്സിമം എല്ലാ ലൈവ് ക്ലാസ്സിലാണെങ്കിലും ജോയിൻ ചെയ്യാം, കിട്ടുന്ന ചാൻസ് ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇതെല്ലാം എന്താണ്, ഒരു ദിവസം അതിന് ദിവസങ്ങളില്ല, പെട്ടെന്ന് ഇനി പോകും, പെട്ടെന്ന് ഇപ്പൊ തന്നെ നവംബർ ഡിസംബർ പെട്ടെന്ന് പോകും. അപ്പോ ഇനി ലാസ്റ്റ് ഉള്ളത് എക്സാം. പിന്നെ എക്സാമിനാകുമ്പോൾ എക്സാമിന് തിരക്കുകളാകും. ആ ഗ്രൂപ്പ് എക്സാമിന് വേണ്ടി ആക്റ്റീവ് ആവും അല്ലെ, നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പ് ആണെങ്കിലും എക്സാമിന് വേണ്ടി ഒന്ന് ആക്റ്റീവ് ആവും. അതിനുശേഷം ആക്റ്റീവ് ആകുന്ന കോൺവെക്കേഷന് വേണ്ടി ആയിരിക്കുള്ളൂ. നിങ്ങൾ തമ്മിൽ വഴി ഡിസ്കഷൻ ആയിക്കോളൂ, പ്രോഗ്രാം ചെയ്യണമല്ലോ, പ്രാക്ടീസ്, അങ്ങനെ ആ ഒരു ഹരിബറി ആയിരിക്കും. പക്ഷെ കോൺവെക്കേഷൻ കഴിഞ്ഞാൽ ഇനി എന്ത് എന്നൊരു ചോദ്യം വരും. ഒന്നുമില്ല, അത് ഭയങ്കര മിസ്സിങ്. അവര് പറയുമ്പോഴാണ് നമുക്കത് മനസ്സിലാവും, മിസ് ഇനി ഒന്നുമില്ല, മിസ് എല്ലാം കഴിഞ്ഞു, അടുത്ത കോൺവെക്കേഷന് വരാലോ എന്നൊരു പ്രതീക്ഷയാണ്. ഇത് അതുമില്ല, ഭയങ്കര എല്ലാം കൊണ്ടും ഭയങ്കര ഡൗൺ ആയിപ്പോയി. അവരുടെ സ്പീച്ചും എല്ലാം. അപ്പൊ ഞാൻ മിക്ക ബാച്ചിലും പറയുന്നുണ്ട്, എല്ലാ ക്ലാസ്സും എൻജോയ് ചെയ്യുക. കോൺവെക്കേഷൻ എല്ലാവരും മസ്റ്റായിട്ട് എല്ലാവരും കോൺവെക്കേഷൻ വരണം കേട്ടോ. ഒരിക്കലും ആരും വരാതിരിക്കരുത്, ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. കാരണം നിങ്ങൾ ചിന്തിക്കുന്നതിൽ അപ്പുറമാണ് കോൺവെക്കേഷൻ. കാരണം എല്ലാവരും വരുന്നു, നിങ്ങൾ എൻജോയ് ചെയ്യുന്നു. പിന്നെ അല്ലാതെ ടീച്ചേഴ്സിന്റെ വക ടീച്ചേഴ്സും സ്റ്റാഫ് ആണെങ്കിലും നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല. ആ ഒരു ലൈക്ക് എ ഫാമിലി, എല്ലാവരും അതെ. എന്നാ ഒരു ഈ പറയുന്ന ഞങ്ങൾ ടീച്ചേഴ്സ് ആണ്, അല്ലെങ്കിൽ ഞങ്ങൾ സാറാണെങ്കിലും ഞങ്ങൾ സാറാണ്, ആ ഒരു മെന്റാലിറ്റി ആർക്കും ഇല്ല. അതുകൊണ്ട് എല്ലാ ക്ലാസ്സും എൻജോയ് ചെയ്യും, ഓരോ മൊമെന്റ് എൻജോയ് ചെയ്യും, എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. ഓക്കെ, ഇതെല്ലാം മിസ് ചെയ്യാൻ അതിനൊന്നും ആണൊന്നുമില്ല. അതുകൊണ്ട് സന്തോഷമായിട്ടിരിക്കുക. ഈ ഒരു കണക്ഷനും ഈ ഒരു ഫ്രണ്ട്ഷിപ്പും ലൈഫ് ലോങ് കൊണ്ടുപോകാം കേട്ടോ, മാക്സിമം ലൈഫ് ലോങ് കൊണ്ടുപോകാം. ഓക്കെ, ഇപ്പൊ ടീച്ചേഴ്സ് ആയിട്ടാണെങ്കിലും അറിയാം കോൺടാക്ട് നമ്പർ ഒന്നുമില്ല, പക്ഷേ കോൺവെക്കേഷൻ ടൈമിൽ നമുക്ക് നമ്പേഴ്സ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഒരുപാട് പേര് ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു, ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്നത്. അത് മിക്കതല്ല, MTKT സ്റ്റുഡൻസ് എല്ലാം മിക്കരും ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്നവരാണ്, എന്നെ ഫോളോ ചെയ്യുന്നവരാണ്. ഇവര് വന്നിട്ട് പറയും മിസ് ഞാൻ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് പറയും. എനിക്കറിയില്ല ഇവര് MTKT സ്റ്റുഡന്റ് ആണ്, കാരണം ഒരുപാട് സ്റ്റുഡൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് അറിയുന്നില്ല. ഇവര് നേരിട്ട് വന്ന് കണ്ടപ്പോഴാണ് ഓക്കെ നിങ്ങള് MTH ആണ്, പേര് പറയുമ്പോഴാണ് ഓക്കെ ഇന്ന ആളാണ് നമുക്ക് മനസ്സിലാവാം. അല്ലാതെ ഒരിക്കലും നമുക്കത് മനസ്സിലാവില്ല. അപ്പോ നേരിട്ട് കണ്ടപ്പോഴാണ് കുറച്ചുകൂടെ കുറച്ചുകൂടെ കണക്ഷൻ ആയി. ലൈവ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യുമ്പോൾ ഉള്ള പോലെയല്ല, നേരിട്ട് കണ്ടപ്പോ ഓക്കെ അവര് സംസാരിക്കുമ്പോഴാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ കണക്റ്റഡ് ആയപ്പോഴാണ്. അതുകൊണ്ട് മാക്സിമം എല്ലാവരും ഇപ്പൊ ടീച്ചേഴ്സ് ആണെങ്കിലും സബ്ജക്ട് വൈസ് മാത്രമല്ല ക്ലാസ് എടുക്കുന്നത് അല്ലെ, എല്ലാവരും ചിന്തിക്കുക ഓൺലൈൻ ക്ലാസ്സിൽ വരാ, ജോയിൻ ചെയ്യുക, പഠിക്കുക, സർട്ടിഫിക്കറ്റ് വാങ്ങാൻ പോവുക, അത്രേ ഉള്ളൂ എന്ന്. പക്ഷെ നിങ്ങൾ
അവസാനം കോഴ്സ് ലാസ്റ്റ് മനസ്സിലാവുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടി, നിങ്ങൾ എന്തൊക്കെ പഠിച്ചു, അല്ലെ, നിങ്ങൾ എന്തൊക്കെ അച്ചീവ് ചെയ്തു എന്നുള്ളത് നിങ്ങൾ ലാസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം ഓരോ മാസവും ഓരോ ബാച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. ഇപ്പൊ കഴിഞ്ഞ ഞാൻ ഇന്നലെ ഒരു MT11 ബാച്ച് ലാസ്റ്റ് ക്ലാസ് ആയിരുന്നു ഇന്നലെ. സോ അപ്പൊ ഓരോ ബാച്ച് പോകുമ്പോൾ ഞങ്ങൾക്ക് വിഷമമാണ്. കാരണം നമ്മൾ അത്രയും കണക്റ്റഡ് ആണ് ഓരോ സ്റ്റുഡൻസ് ആണെങ്കിലും. അവര് പറയുന്ന ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ വിഷമം വരും, നമ്മൾ സംസാരിക്കുമ്പോൾ അവർക്ക് വിഷമം വരും. മൊത്തത്തിൽ ഒരു ഇമോഷണൽ ആണ്, സെൻസിയാണ് കംപ്ലീറ്റ്. അപ്പൊ ഇതും ശരിയാണ്. അപ്പോ പിന്നെന്താണ്, ഇനിയിപ്പോ എല്ലാ ബാച്ചും ഞാൻ അങ്ങനെ ഒരുപാട് ബാച്ചിലുണ്ടോന്ന് വെച്ചാൽ MT11 കഴിഞ്ഞാൽ പിന്നുള്ള ബാച്ചിലേക്ക് 13 പിന്നെ 15 ഒക്കെയാണ്. ഓക്കെ, 15 ഞങ്ങൾക്ക് അത്യാവശ്യം പ്രതീക്ഷയുള്ള ഒരു ബാച്ചാണ് കേട്ടോ. നിങ്ങളാണ് നിങ്ങളാണ് ഓക്കെ. അപ്പൊ എന്താണ്, ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ. ഞാൻ ഇത്രയും പറയാൻ കാരണം അതുകൊണ്ടാണ്. നമ്മള് മാക്സിമം എന്താണ് എൻജോയ് ചെയ്യൂ കേട്ടോ. നിങ്ങള് എല്ലാ കാര്യങ്ങളും ഞങ്ങളെല്ലാരും പരമാവധി എൻജോയ് ചെയ്യുന്നുണ്ട് മിസ്. ഗ്രൂപ്പിലായാലും ഞങ്ങള് ഭയങ്കര ആക്റ്റീവാ എല്ലാരും. ഒരു ദിവസം ഒരാളില്ലെങ്കിൽ അപ്പൊ ചോദിക്കും എന്താ ഇന്നില്ലാത്തത്. ശരിയാണ്. നിങ്ങളുടെ അന്നത്തെ പെർഫോമൻസ് കണ്ടപ്പോഴേ എനിക്ക് തോന്നി നിങ്ങൾക്ക് ഭയങ്കര ആക്റ്റീവ് ആണ്. മീൻസ് എല്ലാവരും എന്തെങ്കിലും കാര്യം ചെയ്യാനാണെങ്കിലും നിങ്ങൾ എല്ലാത്തിനും റെഡിയാണ്. അങ്ങനെ വേണം കേട്ടോ എപ്പോഴും. ഒരിക്കലും നമ്മൾ ഒന്നിനും പിന്നോട്ട് പോകരുത്, എപ്പോഴും മുന്നോട്ട് വരാം. അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കുന്നു ഒരിക്കലും ചിന്തിച്ചിരിക്കാൻ പാടില്ല. മണ്ടത്തരാണ്. ഓക്കെ, ലൈഫിൽ അത് മാറ്റേണ്ട ഒരു ക്വാളിറ്റിയാണ്. ക്വാളിറ്റി അല്ലാതെ അല്ലെ, ലൈഫിൽ ആ തോട്ടേ തന്നെ മാറ്റണം. അതുപോലെ ടെൻഷൻ, പേടി, ഇതൊന്നും പാടില്ല. ഇനിയിപ്പോ നിങ്ങൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാണ്, കോഴ്സിന്റെ ഇടയിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഇന്റർവ്യൂസോ ഒക്കെ വരാണ്, ഓപ്പർച്യൂണിറ്റീസ് വരുമല്ലോ, ടീച്ചേഴ്സിന് വേക്കൻസി ഉണ്ടാവും, നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് അറ്റൻഡ് ചെയ്ത് നോക്കാം. ഇന്റർവ്യൂസ് വരും, നിങ്ങൾ അറ്റൻഡ് ചെയ്യാം. ഇന്റർവ്യൂവിൽ പോകുമ്പോൾ ഒരിക്കലും ടെൻഷൻ അടിക്കാൻ പാടില്ല. മസ്റ്റാണ് അറിഞ്ഞേക്കേണ്ട കാര്യം. കാരണം ഇപ്പൊ കഴിഞ്ഞ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ ഈ ബാച്ച്. അങ്ങനെ ആ ഒരു കുട്ടിക്ക് പ്ലേസ്ഡ് ആയ കുട്ടി സ്കൂളിൽ എന്തോ ജോലി കിട്ടി, ടീച്ചറായിട്ട് ജോലി കിട്ടിയതാണ്. തുടങ്ങിയിട്ട് അധികം നാളെ ആയില്ല. ചിലപ്പോൾ നിങ്ങൾക്കും അങ്ങനെ ചാൻസ് കിട്ടാം. മനസ്സിലായോ? കിട്ടുന്ന ചാൻസ് ഒരിക്കലും മിസ്യൂസ് ചെയ്യാൻ പാടില്ല. എനിക്ക് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പേടിയാണ് എന്ന് ചിന്തിച്ചിരിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, പോകാം, നമ്മൾ അറ്റൻഡ് ചെയ്ത് നോക്കാം. നമ്മുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണല്ലോ, എല്ലാം ഒരു എക്സ്പീരിയൻസ് ആണ്. ഒന്നിൽ നിന്ന് പഠിക്കുന്നത് നമ്മൾ രണ്ടാമത്തിൽ നമ്മൾ എന്തായാലും അത് ഇംപ്ലിമെന്റ് ചെയ്യും. ഓക്കെ, എപ്പോഴും ഒരു സെൽഫ് ഇൻട്രോ പഠിച്ചു വെക്കുക. ബൈഹാർട്ട് ചെയ്യാൻ പറയുന്നില്ല കേട്ടോ, പഠിച്ചു വെക്കുക. ഒരു സെൽഫ് ഇൻട്രോ ഇംഗ്ലീഷിൽ നന്നായിട്ട് ഒരു ഇംഗ്ലീഷിൽ പ്രസന്റ് ചെയ്യാൻ ഇതിൽ പഠിച്ചു വെക്കുക. ബൈഹാർട്ട് ചെയ്യാൻ പാടില്ല, ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, എപ്പോ ആര് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ല, കോൺഫിഡന്റ് ആയിട്ട് പറയാൻ പറ്റും. നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ അറിയില്ലെങ്കിൽ പോലും ആ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ജോലി ഉണ്ട്, ഷുവറാണ്. ഓക്കെ, ഒരു ഇംഗ്ലീഷ് ടീച്ചർ ആയിട്ടല്ല നിങ്ങൾ പോകുന്നെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അത്രയും നോളജിന്റെ ആവശ്യമില്ല. അതായത് ഫ്ലുവന്റ് ആയിരിക്കേണ്ട. മനസ്സിലായോ? ആ ഒരു ഇന്റർവ്യൂവിൽ നിങ്ങൾ എത്രത്തോളം കോൺഫിഡന്റ് ആണ്, എത്രത്തോളം കോൺഫിഡന്റ് ആയിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തു, നിങ്ങൾക്ക് പഠിപ്പിക്കാനുള്ള സ്കിൽ ഉണ്ടോ, ഡെമോ ക്ലാസ് എടുക്കാൻ കോൺഫിഡൻസ് ഉണ്ടോ, ഇതൊക്കെ മാത്രമായിരിക്കും അവർ ചെക്ക് ചെയ്യും. സോ ധൈര്യമായിട്ട് പോവാം, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുക, ഒരു സെൽഫ് ഇൻട്രോ പറയാം. നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ ഇംഗ്ലീഷ് സംസാരിക്കണ്ട, പറയാം ഞാൻ നോട്ട് ഫ്ലുവന്റ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ് അവസാനിപ്പിച്ചിട്ട് മലയാളത്തിൽ നമ്മുടേതായ കാര്യങ്ങൾ പറയാം. ഓക്കെ, എന്നിട്ട് അവർ പറയും ഡെമോ ക്ലാസ് എടുക്കാൻ പറയായിരിക്കും. പൊക്കോളാം, ഡെമോ ക്ലാസ് എടുത്തോളാം. ഓക്കെ, നമുക്ക് കുറച്ചെങ്കിലും ക്ലാസ്സിൽ നമ്മുടെ ഈ ക്ലാസ്സിൽ അല്ലെ ക്ലാസ് എടുത്ത ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, അത്രയേ ഉള്ളൂ. ആ ഒരു എക്സ്പീരിയൻസ് തന്നെ ധാരാളമാണ്. കുറച്ച് കുട്ടികൾ ഫ്രണ്ടിൽ ഉണ്ടാവുന്നേ ഉള്ളൂ. മൈൻഡ് ചെയ്യണ്ട, കുട്ടികൾ ഫ്രണ്ടിൽ ഉണ്ടെന്ന് നിങ്ങൾ വേണമെങ്കിൽ ബോധറേ ചെയ്യേ വേണ്ട. അവിടെ ക്ലാസ് എടുക്കുക, ധൈര്യത്തോടെ ക്ലാസ് എടുക്കുക. കിട്ടിയാൽ കിട്ടി, പോയാൽ പോയി, അത്രേ ഉള്ളൂ. അതായത് ഇത് കിട്ടണം എന്ന് വാശി പിടിച്ച് ടെൻഷൻ അടിച്ച് ഒരിക്കലും പോകരുത്. കിട്ടത് കിട്ടിക്കോട്ടെ, ഇല്ലെങ്കിൽ വേണ്ട, ഇതല്ലെങ്കിൽ വേറെ വരും. ആ ഒരു മൈൻഡിൽ എപ്പോഴും ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകാട്ടോ. കോൺഫിഡന്റ് ആയിട്ട് അറ്റൻഡ് ചെയ്യാം, എന്തായാലും ജോലി കിട്ടും. ഓക്കെ, ഇതല്ലെങ്കിൽ മറ്റൊന്ന് കിട്ടും, അത് ഷുവറാണ്. ഓക്കെ, അല്ലാണ്ട് അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, ഞാൻ ക്ലാസ് എടുക്കുന്ന കാണുമ്പോൾ കുട്ടികൾ എന്ത് വിചാരിക്കും, അല്ലെങ്കിൽ അവിടെ വന്നിരിക്കുന്ന ടീച്ചേഴ്സ് എന്ത് വിചാരിക്കും, ഞാൻ ക്ലാസ്സിന് ബോറാണോ, എന്നൊന്നും ചിന്തിക്കണ്ട. ഓരോരുത്തർക്കും ഓരോ ഡിഫറെന്റ് വേ ഓഫ് ലേണിംഗ് ടീച്ചിങ് ആണ്. ഞാൻ പഠിപ്പിക്കുന്ന പോലെ ആയിരിക്കും നിങ്ങൾ പഠിപ്പിക്കുക, വ്യത്യാസമാണ് അല്ലെ. ഒരേപോലെ പഠിപ്പിക്കുകയാണെങ്കിൽ പിന്നെ എല്ലാവരും വ്യത്യസ്തമായ ആൾക്കാർ എന്തിനാ അല്ലെ, അത്രയേ ഉള്ളൂ. അപ്പൊ പല രീതിയിലാണ് ക്ലാസ് എടുക്കുക. ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെടാം, ചിലപ്പോൾ അവർ പറയും കുറച്ച് ഇംപ്രൂവ് ചെയ്യണം എന്ന് പറയും, അത് അക്സെപ്റ്റ് ചെയ്യാം. ഇംപ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ ഉണ്ടാകാം, അതുകൊണ്ടായിരിക്കും അവർ പറയുന്നത്. അക്സെപ്റ്റ് ചെയ്യാം, ഇംപ്രൂവ് ചെയ്യാം, വേറെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാം,
എന്തായാലും ഒരു ദിവസം നിങ്ങൾക്ക് ജോലി കിട്ടും. അത് ടീച്ചറായിട്ട് തന്നെ നിങ്ങൾക്ക് ജോലി കിട്ടും. അത് നിങ്ങൾ ഉറപ്പിച്ചോട്ടോ. ഷുവർ ആണ് നിങ്ങൾ താങ്ക് യു മിസ്. എന്തായാലും അതുപോലെ തന്നെ ആവട്ടെ മിസ്. മിസ് പറഞ്ഞു. താങ്ക് യു മിസ്. ഡെമോ ക്ലാസ് എടുക്കാൻ പോകുമ്പോ നമ്മൾ എന്തെങ്കിലും നോക്കണം മിസ്സേ. ഡെമോ നിങ്ങൾ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ ഏത് സ്റ്റുഡൻസിനെയാണ് നിങ്ങൾ ക്ലാസ് എടുക്കണമെന്ന് അറിയാൻ പറ്റുമല്ലോ. അപ്പൊ ആ ഒരു കാറ്റഗറിയിൽ ഏതൊക്കെ ടോപ്പിക്സ് ആണ് നിങ്ങൾ സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ സിലബസ് ആണെങ്കിൽ നിങ്ങൾ നോക്കുക. അതിൽ കോമൺ ആയിട്ടുള്ള ഏതെങ്കിലും ടോപ്പിക് ഉണ്ടാകും, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് ഏതെങ്കിലും ടോപ്പിക് ഉണ്ടാകും, അത് അവിടെ പോയി പ്രസന്റ് ചെയ്താൽ മതി. അത് കുട്ടികൾക്ക് മനസ്സിലാകുന്നുണ്ടോ എന്ന് മാത്രമേ ചിന്തിക്കുള്ളൂ. എത്ര എന്റർടൈൻ ചെയ്ത് ക്ലാസ് എടുക്കുന്നുണ്ട്, അവർക്ക് എന്റർടൈൻ ചെയ്തിട്ട് അത് കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ടല്ലോ എന്നൊക്കെ മാത്രമായിരിക്കും അവർ നോക്കാം. അത് ടീച്ചേഴ്സ് സ്റ്റുഡൻസ് ഒരു ഫ്രണ്ട്ലി നേച്ചർ അവിടെ ക്രിയേറ്റ് ആയിരിക്കണം. എന്നാലും അവർക്ക് പഠിപ്പിക്കുന്നത് മനസ്സിലാക്കാനും പറ്റണം. ആ ഒരു എൻവയോൺമെന്റ് അവിടെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഷുവർ ആയിട്ടും ജോലി കിട്ടും. കാരണം ആ ഒരു പാറ്റേൺ തന്നെ നിങ്ങൾ അങ്ങോട്ട് ഫോളോ ചെയ്യുള്ളൂ, അല്ലെ? ഒരിക്കലും മാറി. നിങ്ങൾക്ക് അറിയാലോ എങ്ങനെ ടീച്ചർ എങ്ങനെ ആയിരിക്കണം എന്ന് നിങ്ങൾക്ക് അറിയാം, അല്ലെ? ഇപ്പൊ ഇത്രയും നാൾ നിങ്ങൾ ഇവിടെ സ്മാർട്ട് സിറ്റിയിൽ പഠിച്ചു, നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാം. ഇപ്പൊ ഞങ്ങള് തന്നെ ഒരു 5 ടീച്ചേഴ്സ് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നുണ്ട്. ഞാൻ പഠിപ്പിക്കുന്ന പോലെയല്ല വേറെ മിസ് പഠിപ്പിക്കുന്നത്, ഞാൻ പറയുന്ന പോലെയല്ലേ വേറെ മിസ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഈ 5 ടീച്ചേഴ്സിന്റെയും ഒരുപാട് നോളജ് കിട്ടുന്നുണ്ട്. മനസ്സിലായോ? അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം. ഇപ്പൊ നിങ്ങൾക്ക് അറിയാം നിങ്ങളുള്ളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. എങ്ങനെ പഠിപ്പിക്കണം, എങ്ങനെ ആവണം, എങ്ങനെ ആകാൻ പാടില്ല, ഇതെല്ലാം നമ്മൾ ഫോളോ ചെയ്യാം. നമ്മുടെ ലൈഫിൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യാം, ഇംപ്രൂവ് ചെയ്യാം. മലയാളത്തിലാണേലും നമുക്ക് ക്ലാസ് എടുത്ത് കൊടുക്കാൻ പറ്റൂലോ. മലയാളത്തിലാണേലും ക്ലാസ് എടുത്ത് കൊടുക്കാൻ പറ്റൂലോ. ക്ലാസ് എടുക്കാം നമുക്കിപ്പോ. അത് ഇന്റർനാഷണൽ സ്കൂളൊക്കെ ആണെങ്കിലാണ് കുറച്ച് ഇംഗ്ലീഷ് കമ്പൽസറി ആണ്. അങ്ങനത്തെ സ്കൂളൊക്കെ ആണെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് ക്ലാസ് എടുക്കേണ്ടി വരും. അതിനനുസരിച്ച് പ്രിപ്പയർഡ് ആയിട്ട് പോകാം. പേടിക്കരുത് കേട്ടോ. ഇംഗ്ലീഷ് ക്ലാസ് എടുക്കണം എന്ന് വിചാരിച്ച് നിങ്ങൾ പേടിക്കുന്ന എന്തിനാ? നമ്മള് പ്രിപ്പയർ ചെയ്താല്, പ്രാക്ടീസ് ചെയ്താല് ഏത് ലാംഗ്വേജിലും ക്ലാസ് എടുക്കാൻ പറ്റും. മനസ്സിലായോ? ആദ്യം നമ്മളൊന്ന് പോയി എക്സ്പീരിയൻസ് ചെയ്യാം. 1 2 അല്ലെങ്കിൽ 1 മാസത്തോളം നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ ഡെയിലി പഠിക്കേണ്ടതായിട്ട് വരും. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാനിപ്പോ ഗ്രാമർ ക്ലാസ് എടുക്കുന്നുണ്ട്. നിങ്ങൾ ടെക്സ്റ്റ് ഫുൾ എനിക്ക് അറിയാം. പക്ഷേ ഞാൻ ഈ വന്ന ടൈമിൽ, നിങ്ങൾക്ക് ക്ലാസ് എടുക്കാൻ വന്ന ടൈമിൽ, അതായത് ഇവിടെ ജോയിൻ ചെയ്ത ടൈമില് ഞാൻ ഇതെല്ലാം പഠിച്ചിട്ടാണ് ക്ലാസ് എടുക്കുന്നത്. മനസ്സിലായോ? എത്ര ഇംഗ്ലീഷ് ടീച്ചർ ആണെങ്കിൽ പോലും നമ്മളൊരു കുട്ടിയെ പഠിപ്പിക്കുമ്പോൾ നമ്മൾ പഠിക്കണം. അങ്ങനെ ആ ഒരു ബാച്ചിൽ മാത്രമേ ഞാനത് പഠിച്ചിട്ടുള്ളൂ. അതിനുശേഷം അത് ബാച്ചിൽ ഒന്നും എനിക്ക് എന്റെ നോട്ട്സ് കൊണ്ടുനടക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. കാരണം എന്താ? പഠിപ്പിച്ച് നമ്മൾ പഠിച്ചു. പിന്നെ നമുക്ക് അതിന്റെ ആവശ്യമില്ല. പിന്നെ കുറെ കാര്യങ്ങൾ നമുക്ക് അല്ലാണ്ട് നമുക്ക് ഒരു കാര്യത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയാൽ, നമുക്ക് മനസ്സിലായാല് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കും, അല്ലെങ്കിൽ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് മനസ്സിലായി, നിങ്ങൾ പഠിച്ച് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കും. നിങ്ങൾക്ക് പിന്നെ ആ ചാപ്റ്ററിൽ എന്ത് ചോദിച്ചാലും നിങ്ങൾക്ക് പറയാൻ പറ്റും. കാരണം നിങ്ങൾക്ക് മനസ്സിലായതാണ്, ബൈ ഹാർട്ട് ചെയ്തല്ല. മനസ്സിലാക്കി പഠിച്ചാല് നമുക്ക് ഏത് ഡൗട്ടും ആരോട് വേണമെങ്കിലും, അല്ലെ ആര് ചോദിച്ചാലും നമുക്ക് ഏത് രാത്രി ആണെങ്കിൽ പോലും നമുക്ക് പറയാൻ പറ്റും. അതുകൊണ്ട് ഒരിക്കലും ബൈ ഹാർട്ട് പഠിക്കാൻ പാടില്ല. ഒരു കാര്യം പിള്ളേരെ പഠിക്കുന്ന കാര്യമാണെങ്കിൽ പോലും ബൈ ഹാർട്ട് പഠിക്കാൻ പാടില്ല. ആദ്യം ബൈ ഹാർട്ട് പഠിക്കേണ്ടി വരും. പഠിപ്പിക്കാൻ പോകണമല്ലോ, അവിടെ ബൈ ഹാർട്ട് പഠിക്കേണ്ടി വരും. പക്ഷെ അത് നമ്മൾ യൂസ്ഡ് ചെയ്ത് മനസ്സിലാക്കി വെക്കാൻ തോന്നും. ഓക്കെ, എല്ലാം അങ്ങനെ തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് എല്ലാം ഒരു എക്സ്പീരിയൻസ് ആയിട്ട് മാത്രം എടുക്കും. ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിട്ട് വരുള്ളൂ, പിന്നെ നമ്മളത് യൂസ്ഡ് ആയിക്കോളും. എല്ലാ കാര്യം അങ്ങനെയല്ലേ? കല്യാണം കഴിഞ്ഞ് വന്നപ്പോ ഒരു വീട് ഫുള്ള് നമ്മൾ നോക്കേണ്ട അവസ്ഥ വന്നു. നമ്മളിതെല്ലാം പഠിച്ച് പാസ്സായാണ് വന്നേ? അല്ല, നമ്മൾ ചെയ്ത് പഠിച്ചു, അത്രയേ ഉള്ളൂ. അതുപോലെ തന്നെയാണ് എല്ലാ കാര്യവും. ഇംഗ്ലീഷിൽ ഒരിക്കലും പേടിക്കാൻ പാടില്ല. ഞാൻ പറയുന്നുണ്ട്, ഇഷ്ടത്തോടെ പഠിക്കും. നിങ്ങൾ ഇംഗ്ലീഷൊക്കെ കുറച്ചെങ്കിലും സംസാരിച്ച് പഠിക്കാൻ നോക്കും. ഓക്കെ, ഞാൻ പറഞ്ഞ ഗ്രൂപ്പിലാണെങ്കിലോ നിങ്ങൾ ക്ലാസ് റൂമിൽ സംസാരിക്കേണ്ട, നിങ്ങളുടെ ഫസ്റ്റ് ചാപ്റ്റർ തന്നെ ക്ലാസ് റൂം ഇംഗ്ലീഷ് ആണ്. അതെന്തുകൊണ്ടാണ്? ഒരു ക്ലാസ് റൂമിൽ ചെല്ലുമ്പോൾ നമ്മൾ എന്തൊക്കെ സംസാരിക്കണം, കുറച്ച് സെന്റൻസ് ഒക്കെയാണ് അതിൽ പറയുന്നത്. അറിയാമല്ലോ നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ ചെല്ലുമ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ ചോദിക്കണം? കുട്ടികൾ ആദ്യം വിഷ് ചെയ്യും, ഗുഡ് മോർണിംഗ് പറഞ്ഞ് വിഷ് ചെയ്യും. അപ്പൊ ടീച്ചർ എന്താ പറയാ? ഇരിക്കാൻ പറയണം. പിന്നെ വിശേഷങ്ങൾ ചോദിക്കണം. ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ? അപ്പൊ നിങ്ങൾ ഇതെല്ലാം ഇംഗ്ലീഷിൽ പഠിച്ചു വെക്കുക. പഠിച്ചു വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഒരു ക്ലാസ് റൂം ഒരു പറയുന്ന ഒരു ക്ലാസ് റൂമിന്റെ ഒരു എഫക്റ്റ് കൊണ്ടുവന്നിട്ട് നിങ്ങൾ തന്നെ ഫ്രണ്ട്ലി സ്റ്റുഡൻസ് ഉണ്ട് എന്ന് വിചാരിച്ച് റൂമിൽ നമുക്ക് ക്ലാസ് എടുത്ത് നോക്കി, രസമാണ്. അങ്ങനെ നമ്മൾ പഠിക്കും. പിന്നെ നമുക്കൊരു ക്ലാസ്സിൽ പോയാൽ ഇംഗ്ലീഷ് എളുപ്പമാണ്. എന്തോ
ആരോ എന്തോ പറഞ്ഞു മിസ് പറഞ്ഞ പോലെ തന്നെ അങ്ങനെ തന്നെ പ്രാക്ടീസ് ചെയ്യല്. റൂമിൽ ഇങ്ങനെ ഇതേപോലെ കുട്ടികളെ ഫ്രണ്ടിൽ ഇടുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ തനിയെ കണ്ണാടിയൊക്കെ നോക്കി ഇതേപോലെ പ്രാക്ടീസ് ചെയ്യും. ഇതേപോലെ തന്നെ പറഞ്ഞു നോക്കും ക്ലാസ്സിൽ എങ്ങനെ പറയണം എന്നൊക്കെയുള്ള രീതിയിൽ. വെരി ഗുഡ്. അങ്ങനെ തന്നെ ചെയ്യാട്ടോ. നമ്മുടെ ബോഡി ലാംഗ്വേജും എല്ലാം ശ്രദ്ധിക്കണം കേട്ടോ. അതായത് നമ്മൾ പെർഫെക്റ്റ് ആവും. നമുക്കത് അറിയാലോ. ഓക്കെ, എനിക്ക് ഇനി ക്ലാസ് എടുക്കാൻ പറ്റും, കോൺഫിഡൻസ് ആവും, ആ ഒരു ലെവലിൽ എത്താം. എന്നിട്ട് പോയാലും നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ കിട്ടുന്നത് അവിടെ ചെന്നപ്പോ നമ്മളെ പഠിപ്പിക്കും. നമ്മളിപ്പോ പഠിച്ച കാര്യങ്ങൾ ഇവിടെ പഠിപ്പിക്കുകയാണ്. എക്സ്ട്രാ ചിലപ്പോ സംഭവങ്ങൾ ചിലപ്പോൾ ചോദിക്കും. നമ്മൾ പഠിപ്പിക്കാത്ത കാര്യങ്ങൾ പലതും നമുക്ക് അവിടെ സംസാരിക്കേണ്ടതായിട്ട് വരും. അന്നേരത്ത് പൊട്ടത്തരം, അതായത് പൊട്ട ഇംഗ്ലീഷ് വിളിച്ച് പറയരുത്. അറിയില്ല, മലയാളത്തിൽ പറഞ്ഞോളാം. നമ്മളെല്ലാവരും മലയാളീസ് ആണ്. ഓക്കെ, ആരും ഇംഗ്ലീഷ് പഠിച്ചു വന്നവരല്ല. അതുകൊണ്ട് മലയാളത്തിൽ പറയാം, കുട്ടികൾക്ക് മനസ്സിലാവും മലയാളം. അങ്ങനത്തെ സിറ്റുവേഷൻസ് വരാണെങ്കിൽ ഓക്കെ, പൊട്ടത്തരം വിളിച്ച് പറയരുത്. പൊട്ടത്തരമാണ് കേട്ടോ. ഇംഗ്ലീഷ് ടീച്ചർ ആണല്ലോ, ഞാൻ ഇംഗ്ലീഷ് തന്നെ പറയണല്ലോ എന്ന് വിചാരിച്ച് പണ്ടത്തരം വിളിച്ച് പറയാൻ പാടില്ല. മലയാളത്തിൽ പറയും. എന്നിട്ട് എന്ത് ചെയ്യണം? പിറ്റേ ദിവസം അല്ലെങ്കിൽ അന്ന് തന്നെ വീട്ടിൽ പോയിട്ട് ഇതിന് ഇംഗ്ലീഷ് പഠിച്ചോളാം. ഓക്കെ, പിറ്റേ ക്ലാസ്സിൽ ഇത് ഇംഗ്ലീഷ് പറയാം. അപ്പൊ കുട്ടികളെ അയ്യോ ചിലപ്പോൾ ഇംഗ്ലീഷ് അറിയാം എന്ന് വിചാരിക്കും. അങ്ങനെ വിചാരിച്ചോട്ടെ. അങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിക്കുള്ളൂ. അങ്ങനെ പഠിക്കാം. അങ്ങനെ ഓരോ ക്ലാസ്സിലും നമുക്ക് ഓരോ എക്സ്പീരിയൻസ് കിട്ടിയാണ് നമ്മൾ പിന്നെ ഇംഗ്ലീഷ് ഫ്ലുവൻസ് ആകും. ഒരു നാൾ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യാണ്, നിങ്ങൾ നന്നായിട്ട് ട്രൈ ചെയ്യുകയാണെങ്കിൽ ഒരു ദിവസം നിങ്ങൾക്ക് ഫുൾ ഇംഗ്ലീഷ് ക്ലാസ് എടുക്കാൻ പറ്റും. ആ ഒരു വിശ്വാസം നിങ്ങൾക്ക് തന്നെ വേണം. ഓക്കെ, ബിലീവ് യുവർ സെൽഫ്. നിങ്ങളെ തന്നെ വിശ്വസിക്കുക, നന്നായിട്ട് പഠിക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു പൊസിഷനും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ടീച്ചർ ആകാൻ നിങ്ങൾക്ക് പറ്റും. ഷുവറാണ്. ഓക്കെ, അപ്പൊ കോൺവെക്കേഷനെ കുറിച്ചല്ലേ പറഞ്ഞു വന്നേണ്ട? എവിടെയോ അവസാനിച്ചു. ഞങ്ങളുടെ കാര്യങ്ങൾ വരെ എത്തി, ഞങ്ങൾക്ക് ജോലി കിട്ടുന്നവരെത്തി. മാനിഫെസ്റ്റ് ചെയ്യാട്ടോ. നമ്മൾ ആഗ്രഹിക്കും സ്കൂളിൽ പോയിട്ട് ഞാൻ ക്ലാസ് എടുക്കുന്നു എന്ന് ആലോചിച്ച് നോക്കി. ഇങ്ങനെ ആലോചിക്കും, നടക്കുന്ന പോലെ ആലോചിക്കും കേട്ടോ. ലൈഫിൽ അത് സംഭവിക്കും, ഷുവറാണ്. എന്റെ എക്സ്പീരിയൻസ് ആണ്. പക്ഷെ ഞാൻ ആഗ്രഹിച്ചത് ഓൺലൈൻ ക്ലാസ് ആയിരുന്നില്ല എന്ന് മാത്രം. പക്ഷെ എന്നാലും ഓൺലൈൻ ക്ലാസ് ഒന്നുമില്ല കേട്ടോ. അങ്ങനെ ഭയങ്കര ഹാപ്പിയാണ്. ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ട്. അവര് എന്നെ എന്താണ് എന്തൊരു സ്നേഹമാണ്. ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിക്കുന്നേ ഇല്ലായിരുന്നു. ചുമ്മാ ഒന്ന് ക്ലാസ് എടുക്കാലോ എന്നൊക്കെ വിചാരിച്ചാണ് നമ്മൾ അല്ലെ ഓൺലൈൻ ആണെന്നും പറഞ്ഞ്. ഓൺലൈൻ ആണല്ലോ, എനിക്ക് ആദ്യം ഭയങ്കര ടെൻഷൻ. ഓഫ്ലൈൻ നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിലും ഓൺലൈൻ ഫസ്റ്റ് ടൈം ആണ്. ഓ ചുമ്മാ നോക്കാം എന്ന് വിചാരിച്ച് വന്നതാണ്. പക്ഷെ ഭയങ്കര എന്താ ലൈഫിൽ ഏറ്റവും ടേണിംഗ് പോയിന്റ് ആണെന്ന് പറയാം. ഒരുപാട് പേര് അല്ലെ, ഒരുപാട് സ്റ്റുഡൻസ് ഇല്ലേ, എത്രയോ ബാച്ച് ഉണ്ട്. എല്ലാവരെയും സ്നേഹം കിട്ടാൻ ഒരു ഭാഗ്യം വേണം. അങ്ങനെ ഒരു ഭാഗ്യമുണ്ട്. അതുകൊണ്ട് മാനിഫെസ്റ്റ് ചെയ്യാട്ടോ. നമുക്ക് ലൈഫിൽ അത് സംഭവിക്കും. എല്ലാവർക്കും ഭയങ്കര ആഗ്രഹമല്ലേ ടീച്ചറേന്ന് വിളിച്ച് പുറകെ കൊണ്ട് നടക്കുന്ന കുട്ടികൾ അല്ലെ? എന്ത് രസമായിരിക്കും കേൾക്കാൻ. അതൊക്കെ ആഗ്രഹിക്കും കേട്ടോ. അതൊക്കെ സ്വപ്നം കാണാം. അങ്ങനെ നടന്നു എന്ന രീതിയിൽ സ്വപ്നം കാണാം. ഒരു ദിവസം അത് സംഭവിക്കും. അങ്ങനെ സംഭവിക്കുന്ന അന്ന് നിങ്ങൾ എന്നെ ഓർക്കും. ഷുവറാണ്. ഓക്കെ, അപ്പോ എന്താണ്? അപ്പൊ ഇപ്പോഴും സന്തോഷമായിട്ടിരിക്കുക. നെഗറ്റീവ്സ് ഒന്നും ചിന്തിക്കേണ്ട. ഓൺലി തിങ്ക് ഇൻ പോസിറ്റീവ്സ് മാത്രം ചിന്തിക്കാം. എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല എന്നൊന്നും ചിന്തിക്കേണ്ട. ഇംഗ്ലീഷ് പഠിക്കുക, അറിയാത്ത കാര്യങ്ങൾ പഠിക്കണം. ആ പഠിക്കാൻ ഒരു മനസ്സാണ് വേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം കേട്ടോ. ടൈം ടു വൈൻഡ് അപ്പ്. സമയമായി സൈനോട്ട് പറ. Today I learned since and during in English class. Thank you to everyone who participated in this class. Thank you, teacher. Okay, so thank you all. See you next class. Thank you, miss. Thank you, Thank you, ma'am. Thank you, miss.